പ്രായമായ ഒരാൾ നിങ്ങൾ കയറിയ ബസ്സിൽ നിങ്ങൾ സീറ്റിലിരിക്കെ കടന്നു വരികയാണ്. ശാരീരിക അവശതകൾ ഉണ്ട് അയാൾക്ക്. അയാളെ കണ്ടാൽ എണീറ്റ് കൊടുക്കണമെന്നാണോ അയാൾക്ക് എണീറ്റ് കൊടുക്കണ്ട എന്നാണോ നമ്മളെ അഭിപ്രായം? എന്താ അഭിപ്രായം ഒന്ന് പറയും. നമ്മൾ സീറ്റ് കൊടുക്കണോ അയാൾക്ക്? കൊടുക്കണോ? കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും പറയണത്, അല്ലെ? അതന്നെ എല്ലാവരും പറയുള്ളൂ. ഇയാളോടും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, ഈ താന്തോന്നിയോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, സീറ്റ് കൊടുക്കണോ? അയാളുടെ മനസ്സിൽ ആദ്യം വന്ന ഉത്തരം, ഈ ഇരിക്കുന്ന അബ്ദുല്ലാബാസിലാണ് അയാളുടെ ചോദ്യം ചോദിച്ചത്. അപ്പോൾ അയാളുടെ മനസ്സിൽ ആദ്യം വന്ന ഉത്തരം സീറ്റ് എന്തായാലും കണിശമായും കൊടുക്കണം. അതാണ് പെട്ടെന്ന് വരുന്ന ഉത്തരം. ഒരു മനുഷ്യന്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഉത്തരം അതാ. അയാളത് പറഞ്ഞു പോയി. അപ്പൊ ചോദിച്ചു എന്തിന് എണീറ്റ് കൊടുക്കണം എന്ന ന്യായം പറയാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഓ, ഞാനൊരു ഇൻഡിവിജ്വലിസ്റ്റിക് ആണല്ലോ, ഞാനൊരു അവനവനിസത്തിന്റെ ആളാണല്ലോ, എനിക്ക് ഈ മറുപടി പറയാൻ പാടില്ലല്ലോ എന്ന് അയാൾക്ക് അപ്പോൾ ഓർമ്മ വന്നു. അയാൾ പറഞ്ഞു എണീറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. വയസ്സായ ആളുകളെപ്പോലും, അതൊരു സ്ത്രീയാണെങ്കിൽ പോലും, ഒരു ഗർഭിണിയായി അവശത അനുഭവിക്കുന്നവളാണെങ്കിൽ പോലും ഒരു തരത്തിലുള്ള പരിഗണനയും കൊടുക്കണ്ട എന്ന് പറയുന്ന ആശയത്തിന്റെ പേരാണ് ഇൻഡിവിജ്വലിസം. വല്ല കഥയുണ്ടോ ഇവർക്ക്? സമൂഹത്തിന് ഇവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്രദമായ എന്തെങ്കിലും ഒരു ആശയം ഇവർക്ക് പറയാനുണ്ടോ? ഒന്നും പറയാനില്ല, അല്ലേ? സ്വന്തം മനസ്സാക്ഷിയെപ്പോലും അംഗീകരിക്കാതെ അതിനെപ്പോലും അവിശ്വസിച്ചുകൊണ്ട് മാത്രമേ ഒരാൾക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ.